ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഈ മാർച്ചിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രതിനിധികൾ, മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രിയപ്പെട്ട സഹപ്രവർത്തകർ എല്ലാവർക്കും വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നു. അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതിഗതികൾ? സമാധാനപരമായിട്ടുണ്ടോ? കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ച് കോൺഗ്രസ് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായിരിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതിനുശേഷം ജലപീരങ്കി പ്രയോഗിച്ചതിന് ശേഷം വീണ്ടും പ്രവർത്തകർ ഒത്തുകൂടിയിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ 24ന്റെ സ്ക്രീനിൽ കാണുന്നു. വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഈ മാർച്ചിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ പ്രതിനിധികൾ അരുൺ പാറയ്ക്കലുമായി മാർച്ച് നടത്തിയത് വലിയ രീതിയിലുള്ള സംഘർഷമുണ്ടായിരുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ. പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമറിച്ച് അകത്തേക്ക് കയറാനുള്ളൊരു ഒരു സാഹചര്യമുണ്ടായി. അതിനിടയിലാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. 3 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതികളെ സംരക്ഷിക്കാൻ SIT സംഘവും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും നീക്കം നടത്തുന്നുവെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാനമായിട്ടുള്ള ആരോപണം. പത്മകുമാറും അതുപോലെ തന്നെ വാസുവിനെയും ഒക്കെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ CPM നേതൃത്വം തയ്യാറാവുന്നില്ല എന്നും കോൺഗ്രസ് നേതൃത്വം പ്രധാനമായും ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു സംഘർഷം കാസർഗോഡ് കളക്ടറേറ്റിന് മുന്നിലുണ്ടായി. 500-ലധികം പ്രവർത്തകരുണ്ടായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ആയിരുന്നു ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത്. മാർച്ച് ഇപ്പോൾ നിലവിൽ അവസാനിച്ചിട്ടുണ്ട്. പ്രവർത്തകർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. സ്ഥിതി ശാന്തമായിട്ടുണ്ട്. ദിലീപ് കുമാർ, കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത് അരുൺ പാറയ്ക്കൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.